ഹായ്, ഞാൻ ഡോക്ടർ അക്ഷയ് ശർക്കര. ഞാൻ നമ്മുടെ ഒരു ആങ്സൈറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് മോർ ഓഫ് ലൈക്ക് എ കൺഫഷൻ. ഞാൻ കഴിഞ്ഞൊരു 6 കൊല്ലമായിട്ട് എൻ്റെ പ്രാക്ടീസിൽ ഞാൻ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പാനിക് അറ്റാക്ക്, ആങ്സൈറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. മിക്കവരും ഒരു ഭൂരിഭാഗം ആൾക്കാരും എൻ്റെ സ്റ്റുഡൻസും അല്ലെങ്കിൽ ഒരു യങ് ഫീമെയിൽ, അപ്പം അങ്ങനത്തെ ആൾക്കാരായിരിക്കും മിക്കവാറും വരിക. അപ്പോൾ ഇവരൊക്കെ ഞാൻ വളരെ ഒരു ഭയങ്കര ജഡ്ജ്മെൻ്റലായിട്ടാണ് ഞാൻ അപ്രോച്ച് ചെയ്തത്. മിക്കപ്പോഴും നമ്മുടെ ഒരു സിസ്റ്റർ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജൂനിയർ ഡോക്ടർ വിളിക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് ഒരു എന്താ പറയുക, ഒരു ആമുഖമായിട്ട് പറയണത് അങ്ങനെ തന്നെ ആയിരിക്കും. സാറേ ഒരു എന്താ പറയുക, ഒരു ഫങ്ഷനിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സുപ്രാകോർട്ടിക്കൽ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ വിളിച്ചിട്ട് അവർ ഇപ്പം നമുക്ക് ഓൾറെഡി ഒരു പ്രജുഡിസ്റ്റിക് മൈൻഡോടുകൂടിയാണ് നമ്മൾ ഇവരെ കാണാൻ ചെല്ലുന്നത്. അപ്പം ഇനി ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ നടക്കണമെന്ന് അറിയത്തില്ല. ഇപ്പൊ ഒരാൾക്ക് പനിയാണ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വേദന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേദന എന്താണ്, എങ്ങനെ ഇരിക്കുന്നൊക്കെ നമുക്കറിയാം. അല്ലാതെ ഒരു ആളിങ്ങനെ ഭയങ്കര ആങ്ഷ്യസ് ആണ്, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ പോലെ പാനിക് അറ്റാക്കിന്റെ കുറെ പ്രശ്നങ്ങൾ സിംറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയില്ല. ഇത് സമപ്പൂര് എന്തവർക്ക് നടക്കണത്, എന്തവർക്ക് ശരിക്കും പ്രശ്നം നമുക്കറിയില്ല. അതാണ് മെയിനായിട്ട് നമ്മൾ അങ്ങനെ ഒരു അപ്രോച്ച് വരും. അപ്പൊ അൺടിൽ ഈ അടുത്ത് എനിക്കൊരു ബ്രേക്ക് ഡൗൺ വരും. ഐ ഹാഡ് ഓൺ പാനിക് അറ്റാക്ക്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര ഭയാനകമാണ് ഈ ഒരു അവസ്ഥ ആയിരിക്കും. അപ്പം ഇതൊരു എന്താ പറയാ, ഫസ്റ്റ് ലൈക്ക് ഇംപെൻഡിങ് സൈൻ ഓഫ് ഡെത്ത്, മരിക്കാൻ പോണൊരു ഫീലായിരുന്നു. എന്തൊരു നടക്കണെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല, എനിക്ക് വേറെ ആളോട് പറയാനും പറ്റുന്നില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥ, എന്തൊക്കെയോ നമുക്ക് നടക്കുന്നുണ്ട്. ആകൊരു പരവേശം, എന്താ പറയാ, എന്തൊക്കെയോ നടക്കണം. അപ്പൊ ഞാൻ ചിന്തിച്ച, അയ്യോ ഞാൻ ഈ കണ്ട ആൾക്കാരൊക്കെ ഈ ഒരു സ്റ്റേറ്റിൽ കൂടെ ആയിരിക്കില്ലേ പോയിട്ടുണ്ടാവുക, അവർക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ. സോ ഐ ഫെൽറ്റ് വെരി ഗിൽറ്റി അബൌട്ട് ഇറ്റ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് നമ്മുടെ അറിവില്ലായ്മയാണ്. അപ്പൊ ഒരു ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ ഒരു ഇതിലൂടെ കാണുന്നത് ഇതിനെക്കുറിച്ചുള്ളൊരു എന്താ പറയാ, ആ ഒരു അജ്ഞത കൊണ്ടാണ്. ഇതിന്റെ അകത്തുള്ള ആൾക്കാർ, ഈ അനുഭവിക്കുന്ന ആൾക്കാരും കൂടുതൽ ഇത് സഫർ ചെയ്യുന്നതും അവർക്ക് അതിനെക്കുറിച്ചുള്ളൊരു ബേസിക് അറിവ് കുറവുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും ആ ഒരു ഫീൽ ചെയ്യാൻ എന്താ ചെയ്യണം